بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 96. ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ത്വാഹ സൂറത്തിൽ നിന്നുള്ള 17-ാമത്തെ ആയത്ത് മുതൽക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ തിൽക ബിയമീനിക യാ മൂസാ ഖാല ഹിയ അസ്വായ അതവക്കഉ അലൈഹാ വഅഹുശ്ശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖ്റാ قال ألقها يا موسى فألقاها فإذا هي حية تسعى قال خذها ولا تخف سنعيدها سيرتها الأولى واضمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى لنريك من آياتنا الكبرى. ഏതാനും ആയത്തുകളാണ് താഹ സൂറത്തിൽ നിന്ന് ഞാൻ ഓതി വെച്ചത്. വമാ തിൽക ബിയമീനിക യാ മൂസ മുതൽക്ക് ആണ് നമുക്ക് എടുക്കേണ്ടത്. അതിൻ്റെ ഒറ്റവാക്ക് അർത്ഥങ്ങളും വിശദീകരണങ്ങളും പറയുന്നു. വമാ തിൽക അത് എന്തൊന്നാണ്, അത് എന്തൊന്നാണ്. ബിയമീനിക്ക നിന്റെ വലത്തെ കയ്യിൽ എന്തൊന്നാണ് ഉള്ളത്. വലത്തെ കയ്യിലുള്ള ആ സാധനം എന്തൊന്നാണ്. യാ മൂസ, ഹേ മൂസ, നിങ്ങളുടെ വലത്തെ കയ്യിലുള്ള ആ സാധനം എന്താണ്. ഇതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ട് ചോദിക്കല്ല. അറിയാത്ത നിലക്കുള്ളൊരു ചോദ്യ ചിഹ്നമല്ല ഇത്. അള്ളാഹുവിനെ എല്ലാം അറിയാം. എങ്കിൽ ഈ കയ്യിലുള്ള സാധനം എന്താണെന്നും അള്ളാഹുവിനെ അറിയാം. പിന്നെ അള്ളാഹു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മൂസ നബിയുടെ ശ്രദ്ധ ഈ കയ്യിലുള്ള വസ്തുവിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ അതിൽ ഉറച്ചു നിൽക്കണം എന്ന് വെച്ചുകൊണ്ട് കയ്യിലുള്ള സാധനം എന്തെന്ന് മൂസ നബിക്ക് അറിയാം. അതനുസരിച്ചുള്ള മറുപടിയാണ് പറയുന്നത്. കാല മൂസ നബി പറഞ്ഞു മറുപടിയായിട്ട്, ഹിയ എൻ്റെ കയ്യിലുള്ള ആ വസ്തു അസായ എൻ്റെ വടിയാണ്. വടി. അത്തവക്കവു അലൈഹ, വടിയുടെ മേൽ ഞാൻ ഊന്നി നടക്കും. വടിയിൽ ഊന്നിക്കൊണ്ട് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഉപയോഗം. മാത്രമല്ല വാഹുഷു, ഞാൻ അടിച്ചിട്ട് മരത്തിൻ്റെ ഇലകൾ വീഴ്ത്തും. ബിഹായി വടികൊണ്ടടിക്കും, എന്നിട്ട് ഇലകൾ വീഴ്ത്തും. എന്തിന്? അലാ ഗനമി, എൻ്റെ ആടുകൾക്ക് തിന്നാൻ വേണ്ടി. അപ്പോൾ ഒരു ആട്ടിടയൻ്റെ കയ്യിലുള്ള വടി പോലെയാണ് മൂസ നബി അലൈഹി ഇസ്ലാമിന് ഈ വടിയുടെ ഒരു ഉപയോഗം. പിന്നെ മറ്റുള്ള ഉപയോഗങ്ങളൊന്നും മൂസ നബി പറഞ്ഞിട്ടില്ല. ചില ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ വമാ തിൽക്ക എന്ന് പറഞ്ഞത് അറബി ഭാഷ അനുസരിച്ച് സ്ത്രീലിംഗ വാക്കാണ്. അപ്പോൾ കയ്യിൽ എന്തൊന്നാണെന്ന മൂസ നബി പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള ആ വസ്തു ഹിയ, അത്. ഇവിടെയും സ്ത്രീലിംഗമാക്കി. അറബി ഭാഷ അനുസരിച്ച് സ്ത്രീലിംഗമാക്കി. അസായ, അസ എന്നുള്ള വാക്ക് സ്ത്രീലിംഗമായതുകൊണ്ടാണ് സ്ത്രീലിംഗമാക്കിയത്. അസായ, എൻ്റെ വടിയാണ്. കലമി എന്ന് പറഞ്ഞാൽ കലം പ്ലസ് യ, എൻ്റെ പേന എന്നാണ് കലമി എന്ന് പറഞ്ഞാൽ. കിതാബ് പ്ലസ് യ, കിതാബി, എൻ്റെ ബുക്ക് എന്നാണ്. അതുപോലെ അസായ, എൻ്റെ വടിയാണ്. അത്തവക്കവ് അലൈഹ, അതിൻ്റെ മേൽ ഞാൻ ഊന്നി നടക്കും, അല്ലെങ്കിൽ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കും. വാഹുഷു, ഞാൻ അടിച്ചു വീഴ്ത്തും ഇലകളെ, ബിഹ,
ഈ വടി കൊണ്ട് അലാകലമി എൻ്റെ ആടുകൾക്ക് തിന്നാൻ വേണ്ടി. വലിയ എനിക്കുണ്ട് ഫിഹ ഈ വടിയിൽ മആരിബു ഉഖ്റ മറ്റു ചില ആവശ്യങ്ങളും കൂടിയുണ്ട്. മറ്റു ചില ആവശ്യങ്ങൾ ഉണ്ട് ഈ വടിയിൽ. മആരിബ് എന്ന വാക്ക് ഹാജാത്ത് ഹവായിജ് എന്ന അർത്ഥമാണ്. ഹവായിജ് എന്നുള്ള അർത്ഥമാണ് മആരിബ് എന്ന് പറഞ്ഞാൽ. ഹവായിജ് ഈ മആരിബിന്റെ വസ്ന് അല്പം ഗ്രാമർ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. മആരിബ് എന്ന വാക്ക് ഏതൊരു അറബി വാക്കും അതിൽ ഒന്നുകിൽ തൻവീന് വേണം. മആരിബുൻ, മആരിബൻ, മആരിബിൻ എന്ന് ഉള്ള നിലയ്ക്ക് പറയാൻ പറ്റണം. അതാണ് തൻവീന്. 2 ഫത്തഹ്, 2 ലമ്മ്, 2 കസ്ർ. ഇതിനാണ് ഉച്ചരിക്കുമ്പോൾ തൻവീൻ എന്ന് പറയുന്നത്. അപ്പോ ഏതൊരു വാക്കും അങ്ങനെയാണ്. ഇതിന് വ്യത്യസ്തമായിട്ട് ഉണ്ട്. അത് വിശദീകരിക്കുമ്പോൾ അതെല്ലാം പറയും. അപ്പോൾ പിന്നെ അതല്ലാത്ത വാക്കുകൾ, ഇതില്ലാത്ത തൻവീനില്ല, പിന്നെ ഒന്നുകിൽ തൻവീൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ വാക്കിനെ വേറൊരു വാക്കിലേക്ക് ചേർക്കണം. അതുമല്ലെങ്കിൽ അതിൽ അലിഫുലാം അൽ എന്ന വാക്കുണ്ടാവണം. ഒന്നുകിൽ അൽ മആരിബ് എന്ന് പറഞ്ഞു. ഇപ്പോൾ കലം എന്നൊരു വാക്ക് എടുക്കുക. കലം എന്ന വാക്ക് എടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ അൽ കലമു എന്ന് പറയണം ഒന്നുകിൽ, അല്ലെങ്കിൽ കലമൻ എന്ന് പറയണം, അല്ലെങ്കിൽ കലമൻ, കലമിൻ, കലമുൻ ഏതായിരുന്നാലും, അല്ലെങ്കിൽ അൽ കലം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കലമു ജെയ്ദിൻ, ജെയ്ദിന്റെ പേന എന്ന് പറയണം. ഇങ്ങനെ ഏതെങ്കിലും നിലക്കാറ് ഇലാഫത്തായി അലിഫ്ലാമായി തൻവീനായി ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടാവണം അറബി ഭാഷ അനുസരിച്ച്. ഇതിന് ഒഴിവുള്ളത് മബിനി ആണെങ്കിൽ എങ്ങനെയാണ് അത് അറബികളിൽ നമുക്ക് കിട്ടിയതെങ്കിൽ ഇപ്പോൾ ലമീറുകളൊക്കെ മൗസൂല ഇതെല്ലാം അങ്ങനെ തന്നെ ഉപയോഗിക്കുക. അതിന് പറ്റില്ല. ഈ പിന്നെ പറഞ്ഞ നിയമം ബാധകമല്ല. അത് എങ്ങനെയാണ് കിട്ടിയതെങ്കിൽ, അതായത് മബിനിയായ വാക്കുകൾ പിന്നെ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കണം. മറ്റുള്ള ഇസ്മുകളെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത്. മുഅറബായ ഏത് ഇസ്മാണെങ്കിലും ഒന്നുകിൽ അതിൽ അലിഫ്ലാം വേണം, അല്ലെങ്കിൽ തൻവീൻ വേണം, അല്ലെങ്കിൽ ഇലാഫത്ത് വേണം. അപ്പൊ മആരിബുൻ എന്ന വാക്ക് അതിൽ നിന്ന് ഒഴിവാണ്. എന്തുകൊണ്ട്? ഇത് ഒരു ബഹുവചനമാണ്. മുന്തഹൽ ജമ്മ് എന്നതിന് പറയാം. ഈ മുന്തഹൽ ജമ്മ് ഇവിടെ വന്നതുകൊണ്ട് അവിടെ തൻവീനില്ല, ഇലാഫത്തും ഇല്ല, ഒന്നുമില്ല. മുന്തഹൽ ജമ്മ് ഗൈർ മുൻസരിഫായിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ മആരിബ് എന്നുള്ളത് മഫായിൽ എന്ന രണ്ടിൽ ഏതെങ്കിലും ഒരു വചനായി തീർന്നാൽ മതി. മഫായിൽ എന്ന വചനാണെങ്കിൽ അത് മുന്തഹൽ ജമ്മാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ നിലയിൽ തൻവീന് ഇലാഫത്തൊന്നും ഉണ്ടാവില്ല, തൻവീൻ ഉണ്ടാവില്ല. തൻവീൻ ഇല്ലാതിരിക്കലാണ് ഗൈർ മുൻസരിഫ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ തൻവീൻ ഇല്ലാത്ത നിലയിൽ അതിനെ ഉപയോഗിക്കണം. ഇതിന് ഇഅ്റാബ് വ്യത്യാസം വരും. ഫത്തഹത്ത് കൊണ്ട് ജറ് ചെയ്യല എന്ന് പറഞ്ഞാൽ ജറ് കസർ ചെയ്യേണ്ട അവസരത്തിൽ ഫത്തഹ പറയാം. ഉദാഹരണം, അതിന് ഈ പറഞ്ഞ വസനുകളൊക്കെ അതിൽ പെടും. ഇത് മഫായിൽ എന്ന വസന്. ഇപ്പൊ മസാജിദ് മഫായിൽ വസന. അപ്പൊ മഫായിൽ എന്ന വസനക്കുള്ള മസാജിദ് നമ്മൾ എടുത്തു. അസാത്തീദ് എന്ന് പറഞ്ഞ ആ വസനാണ്. പിന്നെ മഷായിഖ്, പിന്നെ ഹവായിജ് എന്ന് പറയുന്നത് ഇതൊക്കെ ഈ മഫായിൽ വസന. അപ്പൊ അത് ഗൈർ മുൻസരിഫായി കണക്കാക്കപ്പെടും. അങ്ങനെ വാചകത്തിൽ അത് വരുമ്പോൾ അവിടെ കസ്റ ചെയ്യേണ്ടതിന് പകരം ഫത്തഹ് ഉച്ചരിക്കണം. ഇതാണ് ഗൈർ മുൻസരിഫിന്റെ ഇഅ്റാബ്. അപ്പോ ഈ 3 ഈ ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ മസാജിദ് എന്ന് പറയാം. ഞാൻ പള്ളിയിൽ പ്രവേശിച്ചു. ദഖൽത്തുൽ മസാജിദ എന്ന് പറയാം. ദഖൽത്തു ഫിൽ മസാജിദ്. ദഖൽത്തു ഫിൽ മസാജിദ് അലിഫ്ലാമുള്ള കാരണം
ഫിൽ മസാജിദ പറയാൻ പറ്റില്ല. പറ്റുന്ന ഒരു ഭാഗം, ഇത് മൂന്നും പാടില്ല ഇല്ലാത്തൊരു സമയത്ത് ദഖൽതു ഫി മസാജിദ, ദഖൽതു ഫി മസാജിദ. ഇതിന് ഇനി ഒരു അലിഫിലാം ഉണ്ടെങ്കിൽ ദഖൽതു ഫിൽ മസാജിദി എന്ന് പറയും. പിന്നെ ദഖൽതു ഫിൽ മസാജിദി. ഇനി ഇദാഫത്തുണ്ടെങ്കിലും ഇങ്ങനെ കസർ കൊടുത്ത് പറയണം. കസർ കൊണ്ട് ഫത്തഹത്ത് കൊണ്ട് ജെറ് എന്ന് പറഞ്ഞ് കസറത്ത് കൊണ്ട് തന്നെയാവും ജെറ്. അലിഫിലാമോ ഇദാഫത്തോ ഉണ്ടെങ്കിൽ ഗൈറു മുൻസരിഫിന് ഏറാബ് കസറത്ത് കൊണ്ടാണ് ജെറ് ചെയ്യുക, പിന്നെ ഫത്തഹത്ത് കൊണ്ടല്ല. അപ്പോൾ ദഖൽതു ഫി മസാജിദ എന്നാ പറയേണ്ടത്. ഇത് ഇദാഫത്തും ഇല്ല, അവിടെ അലിഫിലാമും ഇല്ല. അതുകൊണ്ട് ഫി മസാജിദ ഫത്തഹത്ത് കൊണ്ട് ജെറ് ചെയ്ത് പറയാം. ഫി വന്നപ്പോൾ ജെറ് ചെയ്യണം. അതുകൊണ്ടാണ് ഫി മസാജിദ എന്ന് പറയുന്നത്. അവിടെ ഫത്തഹത്ത് കൊണ്ട് ജെറ് ചെയ്യും. ഇനി ഇത് കസറത്ത് കൊണ്ട് ജെറ് ചെയ്യുന്നത് വരല് ദഖൽതു ഫിൽ മസാജിദി, അലിഫ്ലാമുണ്ട്. ഇദാഫത്ത് ഉണ്ടാവുമ്പോഴും ഞാൻ പട്ടണത്തിലെ പള്ളികളിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ ദഖൽതു ഫി മസാജിദിൽ മദീന എന്നാണ്, മസാജിദൽ മദീന ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും വാചകങ്ങൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ നമ്മൾ പറയാണ് ലാ തദഅ ലനാ അല്ലാഹുമ്മ ലാ തദഅ ലനാ ഫി മഖാമിന ഹാദാ ദംബൻ ഇല്ലാ ഗഫർത എന്നിങ്ങനെ പറഞ്ഞിട്ട് വലാ ഹാജത്തൻ മിൻ ഹവായിജി ദുനിയ എന്നാ പറയേണ്ടത്. ഹവായിജ ദുനിയ എന്നല്ല പറയേണ്ടത്. കാരണം ഹവായിജ ദുനിയ എന്നുള്ളത് ദുനിയ എന്നതില്ലെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇലാഫത്തും തന്മീനും ഉണ്ടെങ്കിൽ, ഇലാഫത്തോ അലിഫ്ലാമോ ഉണ്ടെങ്കിൽ അവിടെ ഫത്തഹത്ത് കൊണ്ടല്ല ജെറ് ചെയ്യുക. ഹവായിജ ദുനിയ എന്ന് പറയാൻ പാടില്ല, ഹവായിജ് ദുനിയ എന്ന് തന്നെ പറയണം. അതാണ് ശരി. അതുപോലെ വലിയ അസാത്തീദന എന്നല്ല, വലിയ അസാത്തീദിന എന്ന. ഇലാഫത്തോ അലിഫിലാമോ ഉണ്ടെങ്കിൽ ഗൈറു മുൻസരിഫിന് ഇഅ്റാബ് കിസ്റത്ത് കൊണ്ട് ജെറ്, ഫത്തഹത്ത് കൊണ്ടല്ല ജെറ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് മആരിബു എന്നുള്ളൊരു വാക്ക് ഗൈറു മുൻസരിഫ് ഇവിടെ വന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. അപ്പോൾ ഇനി അടുത്ത ആയത്തിലേക്ക് കിടക്കുകയാണ്. വലിയ ഫിഹ മആരിബു ഉഖ്റ. ഇനി കാല അൽഖിഹ യാ മൂസ, കയ്യിലുള്ളത് നിലത്തിടൂ മൂസ. മൂസ നിങ്ങൾ നിലത്തിടുവോ? കാല അൽഖിഹ, അല്ല പറഞ്ഞു അൽഖിഹ, ആ കയ്യിലുള്ളതിനെ നിങ്ങൾ നിലത്തേക്കിടണം. യാ മൂസ, മൂസ, ഏ മൂസ അലൈഹിസ്സലാം. ഫഅൽഖാഹ, അപ്പോൾ മൂസ അലൈഹിസ്സലാം അതിനെ നിലത്തിട്ടു, ആ കയ്യിലുള്ളതിനെ നിലത്തിട്ടു. അതെന്താ സാധനം? അസായ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒക്കെ ലമീറിനെ മുഅന്നസാക്കി, സ്ത്രീലിംഗമാക്കി. കാല ഹിയ എന്ന് പറഞ്ഞു, അത് എൻ്റെ വടിയാണ്. അപ്പം അസ എന്നുള്ള വാക്ക് സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത്തവക്ക് അലൈഹ എന്ന് പറഞ്ഞത് അത് സ്ത്രീലിംഗമാക്കി. വാഹുഷു ബിഹ എന്നുള്ളിടത്ത് ബിഹ എന്ന് പറഞ്ഞ വടി കൊണ്ട് ഞാൻ അടിക്കുന്നതാണ്. ആ വടി എന്നുള്ള ഹ എന്ന വാക്കിനെ മുഅന്നസാക്കി, അത് സ്ത്രീലിംഗമാക്കി. വലിയ ഫിഹ മആരിബു ഫിഹ, എനിക്ക് അതിലുണ്ട്, ആ വടിയിലുണ്ട്, അവിടെയും മുഅന്നസായിട്ട് ഉപയോഗിച്ചു. മആരിബു ഉഖ്റ, ഉഖ്റ എന്നുള്ളത് ബഹുവചനമാണ്, അത് വേറെ ഒരു വാക്കാണ്. ഉഖ്റ മറ്റു പല ആവശ്യങ്ങളും നിന്ന്. കാല അൽഖിഹ, അതിനെ നിലത്തിടുക, ആ വടിയെ നിലത്തിടുക. മൂസ അലേ മൂസ, അത് വടിയെ നിലത്തിടുക. ഫഅൽഖാഹ, അപ്പോൾ മൂസ അലൈഹിസ്സലാം ആ വടിയെ നിലത്തിട്ടു. ഫൈദൻ, അപ്പോൾ ഇദാ ഹിയ ഹയ്യത്തുൻ തസ്അ, അത് വേഗത്തിൽ ഓടുന്ന ഒരു പാമ്പായി കണ്ടു. ഫഅൽഖാഹ, അതിനെ നിലത്തിട്ടു. ഫൈദൻ, അപ്പോൾ അത് ഹിയ, അത് ഹയ്യത്തുൻ തസ്അ, ഒരു പാമ്പാണ്, ഓടുന്നൊരു പാമ്പാണ് ആയിട്ടാണ് രൂപാന്തരപ്പെട്ടത്. കാല, അല്ല പറഞ്ഞു, ഖുദ്ഹ, അതിനെ പിടിക്കൂ. ഖുദ്ഹ, അതിനെ പിടിക്കൂ. ആ വടിയെ പിടിക്കാൻ, വടിയായിട്ട് രൂപാന്തരപ്പെട്ട, പാമ്പായിട്ട് രൂപാന്തരപ്പെട്ട വടിയുണ്ടല്ലോ, അതിനെ പിടിക്കാൻ. വലാ തഖഫ്, നിങ്ങൾ പേടിക്കണ്ട.
മൂസ നബി അത് കണ്ടപ്പോൾ പേടിയായി. ഇതിനെ നാം മടക്കിക്കൊണ്ടുവരും, സീറത്തഹൽ ഊല, അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കും. അപ്പൊ ഈ വടിയെ സംബന്ധിച്ച് ഇതിന്റെ അസല്, ഇത് എവിടുന്ന് കിട്ടിയ വടിയാണ്, എന്താണ് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് തഫ്സീറിൽ ചില പരാമർശങ്ങളുണ്ട്. പിന്നെ അല്ലാതെ ബലപ്പെട്ട അഭിപ്രായങ്ങൾ ഇതിലില്ല പറഞ്ഞതിലൊന്നും. ആ പരാമർശങ്ങൾ അധികവും ഇസ്രായേലിയാത്താണെന്നാണ് തഫ്സീറിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കാര്യമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇസ്രായേലിയാത്ത് ചില പിന്നെ എടുത്തു പറയുന്ന ചില ഘട്ടങ്ങളുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അത് ശരിയല്ല. ഇസ്രായേലിയാത്ത് ഒരിക്കലും നമ്മൾ പൊതുസമൂഹത്തിൽ വിട്ടുകൊടുക്കരുത്. കാരണം അത് തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും അത് ഇസ്രായേലിയാത്താണെന്നറിഞ്ഞാൽ അത് പൊതുസമൂഹത്തിൽ പറയാൻ പാടില്ല. കാരണം ഇസ്രായേലിയാത്താണല്ലോ, കള്ള തഫ്സീറുകളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അതിന് തന്നെയുമല്ല, ഇത് ആദം നബി അലൈഹി സ്വലാം എന്ന സ്വർഗത്തിൽ നിന്ന് കിട്ടിയ വടിയാണെന്നുണ്ട്. ഇതുപോലെ മറ്റൊരു പരാമർശമുള്ളത് പിന്നെ ഇദ്ഹബ് ഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീതി ബസീറ. യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത് സഹോദരന്മാരോട് പറയാ, നിങ്ങൾ ഈ കുപ്പായമായിട്ട് ഉപ്പാടെ അടുത്ത് പോകണം, എന്നിട്ട് ഉപ്പാടെ മുഖത്ത് ഈ കുപ്പായം ഇട്ട് കൊടുക്കണം. ഈ കുപ്പായത്തെ പറ്റി ഒരു പരാമർശം ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് സ്വർഗത്തിൽ നിന്ന് കിട്ടിയ കുപ്പായാണ്, ആദം നബിക്ക്, ആദം നബി അലൈഹി സ്വലാംക്ക് കിട്ടിയ കുപ്പായാണെന്ന്. ഇത് ഇസ്രായേലിയാത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ തഫ്സീറുകളിലൊന്നും, കാര്യപ്പെട്ട തഫ്സീറുകളിലൊന്നും അതിനെപ്പറ്റി ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് കിട്ടിയ കുപ്പായാണെന്നൊന്നും ഇല്ല. അപ്പൊ അത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഇസ്രായേലിയാത്ത് പൊതുസമൂഹത്തിൽ വിട്ടുകൊടുക്കൽ അത് ശരിയല്ല. അപ്പോ കാല ഹുദഹ ബല തഹബ്സനോയിദുഹ സീറത്തഹല്ലൂല. അപ്പോൾ 21-ാമത്തെ ആയത്ത് വരെയാണ് എടുത്തത്. അടുത്ത ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് 28 മുതൽക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ വീഡിയോയും കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.